ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണൻ ഇങ്ങനെ പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായത്, നീ അവൻ്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുത്തു എന്നെല്ലാം ദുർഗ വീണ്ടും കരുണയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഫുഡിൽ എന്തെങ്കിലും കലർത്തി കൊടുത്താൽ വയറിനല്ലേ പ്രശ്നം ഉണ്ടാവേണ്ടത്, ഇതിപ്പോൾ ശ്വാസമുട്ടലല്ലേ എന്ന് കരുണ പറയുന്നതും നിൻ്റെയൊന്നും കാര്യം പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് അമ്മ ഉറങ്ങാൻ നോക്ക്, ഉണ്ണിയേട്ടനിടയ്ക്ക് വിളിക്കാതിരിക്കില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ ഇനി എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. തുടർന്ന് മാർക്കോയെ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ കയ്യിൽ അവൻ്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദുർഗ. ഉണ്ണിയെ വിശ്വസിക്കാൻ പറ്റില്ല, മാത്രമല്ല ഉണ്ണിയെ വിളിച്ചിട്ട് കിട്ടിയതും ഇല്ലല്ലോ, അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗ വീണ്ടും ആദ്യ പിടിക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഗൂഢമായിട്ട് തന്നെ ചിരിക്കുന്നുണ്ട്. അയാൾ മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇവരുടെയും ലക്ഷ്മിയുടെയൊക്കെ അഹങ്കാരം അതോടുകൂടി തീർത്തും കിട്ടിയേനെ എന്ന് കരുണ സ്വയം മനസ്സിൽ പറയുന്നു. ദുർഗയാണെങ്കിൽ കണ്ണൻ ഒരു ആപത്തും സംഭവിക്കരുതേ എന്നെല്ലാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ കണ്ണനെ കാണാനായിട്ട് എത്തുന്നു. അപകടനില തരണം ചെയ്തു എന്നും ഉടനെ തന്നെ കണ്ണനെ വാർഡിലേക്ക് മാറ്റുമെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം AC-യിലേക്ക് വിഷവാതകം കടത്തിവിട്ടിരുന്നു എന്ന് തോന്നുന്നു. മരിക്കും എന്ന് പോലും തോന്നിപ്പോയി. ഇവിടെ നേരത്തെ എത്തിക്കേണ്ടതിന് പകരം ഉണ്ണി എന്നെ കൊല്ലാനാണ് നോക്കിയത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അവൻ തന്നെയായിരിക്കും AC-യിൽ വിഷവാതകം നിറച്ചത്. അവനിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് ഞാൻ നടന്നത് അവൻ കണ്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഇനി എന്തിനാ അതൊക്കെ മറച്ചു വെക്കുന്നത് സാറേ, അവനെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കും. ഇനി സാറിൻ്റെ അനിയനാണെന്നുള്ള ഒരു പരിഗണനയൊന്നും ഞാൻ അവനെ കൊടുക്കാനൊന്നും പോകുന്നില്ല. അവനെ എന്ത് ചെയ്താലും സാർ എന്നെ ചോദ്യം ചെയ്യരുത് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ മാർക്കോയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ നേരെയാക്കാൻ നോക്കി ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. സ്വന്തം അച്ഛനെ കൊന്നവൻ്റെ മോളെ കൂടെ കൂട്ടിയോണ്ടാണ് അവൻ. ഇനി അവന് ജീവിതം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും സാറിന് കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ ഏതായാലും അവൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. പിന്നീട് ലോപ്പസിനോടായിട്ട് AC-യിൽ വിഷവാതകം കടത്തിവിട്ടാണ് അവൻ കണ്ണൻ സാറിനെ കൊല്ലാൻ നോക്കിയെന്ന് പറയുമ്പോൾ ഇടിച്ചവൻ്റെ പരിപ്പിടക്കണമെന്ന് ലോപ്പസ് പറയുന്നതും ഇതിനു വേണ്ടി അവനെ സഹായിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒന്ന് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് മാർക്കോ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് കണ്ണൻ സാർ മരിച്ചിട്ടില്ല എന്നും കണ്ണൻ സാറിനെ നീയൊക്കെ ചേർന്ന് പലതവണ കൊല്ലാൻ നോക്കി, നടന്നത് അതുപോലെ തന്നെ നീ പറയണം, AC-യിൽ ആരാടാ വിഷവാതകം നിറച്ചതെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഉണ്ണി പറയുന്നതും ഉണ്ണിയുടെ കാലിൽ അമർത്തി ചവിട്ടിട്ടുന്നുണ്ട് കേട്ടോ മാർക്കോ. അതോടുകൂടി വേദന കൊണ്ട് പുളയുന്ന ഉണ്ണിയാണെങ്കിൽ പരമൻ കൊണ്ടുവന്ന ആൾ ശരവണനാണേ എന്ന് അലറി വിളിച്ചു പറയുന്നു. ശരവണൻ നല്ലൊരു AC മെക്കാനിക് ആണല്ലോ. പരമൻ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് കൊട്ടേഷൻ ഏറ്റെടുത്തു തുടങ്ങിയോ? തുടർന്ന് നിന്റെ മൊബൈലിൽ നിന്നും അവനെ വിളിച്ചിട്ട് കണ്ണൻ സാറ് മരിച്ചു എന്ന് പറയണം. മാത്രമല്ല കൃത്യം നടന്നതിന് ശേഷം നീ കൊടുക്കാമെന്നേറ്റ ബാക്കി തുക ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ തരാമെന്ന് നീ പറയണം. ഒരു സംശയവും പരമന് തോന്നരുത് എന്നെല്ലാം പറയുന്നുണ്ട്. തുടർന്ന് ഉണ്ണി മാർക്കോ പറഞ്ഞതുപോലെയൊക്കെ അയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ സാറ് മരിച്ചു എന്ന് കണ്ണേട്ടൻ മരിച്ചു എന്ന് ഉണ്ണി പറയുന്നതും ഞാനൊരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഏറ്റതാണ്. തുടർന്ന് ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരെ വരണമെന്ന് ഉണ്ണി പറയുന്നതും സമയം ഒരുപാടായല്ലോ, ഏതായാലും പൈസയുടെ കാര്യമല്ലേ, ഞാൻ വരാമെന്ന് തന്നെ അയാൾ സമ്മതിക്കുന്നുണ്ട്. ശേഷം ഇനി പരമനും ശരവണനും അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നിന്റെ ഭാഗ്യത്തിന് കണ്ണൻ സാറ് മരിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ നിന്റെ ജഡം കാണേണ്ടി വന്നേനെ എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് നിനക്ക് പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാണ്, എന്നിട്ട് എൻ്റെ വാക്കിന് പുല്ലുവിലയാണ് നീ തന്നത്. ഇനി സംസാരത്തിനൊപ്പം അതേ അളവിലും തൂക്കത്തിലുമാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് എന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ പേടിച്ചു വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോൾ നീയൊക്കെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കാല് പിടിക്കും. എല്ലാം ശാന്തമായി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് പറഞ്ഞു തുടങ്ങും. ജയിലിൽ കിടക്കുന്നവർ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടെ ഈ കർക്കിടക മാസത്തിൽ ഒരിക്കലും മറക്കാത്ത ചികിത്സയാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും നീ കൊട്ടേഷൻ ഏൽപ്പിച്ച അവന്മാരെ കണ്ടിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ നീ നിന്റെ വിധിക്കായിട്ട് കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. ഇതേ സമയം ശരവണനും പരമനും സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിയിട്ട് കിട്ടാൻ പോകുന്ന പൈസയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം മാർക്കോ വരുന്നു. മാർക്കോയാണെങ്കിൽ ഹെൽമറ്റും മാസ്കും ഒക്കെ ഇട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർ ഉണ്ണിയാണ് വരുന്നത് എന്നാണ് കരുതുന്നത്. തുടർന്ന് ഞങ്ങൾ പറഞ്ഞ പൈസ കൃത്യമായിട്ട് കിട്ടണം എന്നെല്ലാം അവർ പറയുമ്പോൾ തന്നെ അവരെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് മാർക്കോ. തുടർന്ന് ഹെൽമറ്റും മാസ്കും എല്ലാം അഴിച്ചു മാറ്റുന്നു. അപ്പോൾ മാർക്കോയെ കണ്ട് ഞെട്ടിവെറിച്ച് പോവുകയാണ് അവർ. തുടർന്ന് അവരെ അവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. തുടർന്ന് നിന്നെയൊന്നും ഞാൻ കൊല്ലുന്നില്ല, യഥാർത്ഥ പ്രതി എൻ്റെ കസ്റ്റഡിയിലുള്ളത്, അവനെ കൊണ്ട് ഞാനാണ് നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്, ഇനി അവനെ കാണേണ്ട രീതിയിൽ കാണുന്നുണ്ടെന്ന് മാർക്കോ പറയുന്നു. തുടർന്ന് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ഒരു പോറൽ പേലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൽക്കാലം വിട്ടയക്കുന്നു.
മാത്രമല്ല കണ്ണൻ സാർ മരിച്ചിട്ടില്ല എന്നും അവരോട് മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് ലോപ്പസ് ആണെങ്കിൽ ഇതിൽ ഒരുപാട് കോള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കണ്ണൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ അത് നോക്കുന്നതും അമ്മയാണല്ലോ വിളിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അവരുടെ മകനല്ലേ സാറിനെ കൊല്ലാൻ നോക്കിയത്, പിന്നെ എന്തിനാ അവർ വിളിച്ചതെന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ അമ്മയുടെ മാറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ ലോപ്പസേ, അമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അവരെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ലോപ്പസ് പറയുന്നുണ്ട്. തുടർന്ന് കണ്ണൻ ദുർഗയെ വിളിക്കുന്നു. തുടർന്ന് മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഉണ്ണി എവിടെ മോനെ, മോൻ്റെ കൂടെ അവനാണ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ആകെ പേടിയായിരുന്നു, മാത്രമല്ല അവനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം ദുർഗ കണ്ണനെ അറിയിക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കുമ്പോൾ ICUവിലായിരുന്നു എന്നും ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നെല്ലാം കണ്ണൻ ദുർഗയോട് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നാളെ അവിടെ വന്നിട്ട് പറയാമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. കരുണയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കരുണയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, നിനക്ക് സന്തോഷിക്കാൻ വകയൊന്നുമില്ല, കണ്ണന് ഒരാപത്തും സംഭവിച്ചില്ല എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ഉണ്ണിയേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ കണ്ണൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും, അവനാണല്ലോ കൃത്യസമയത്ത് കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. എന്തായാലും ഏട്ടനൊരു ആപത്ത് വന്ന സമയത്ത് ഉണ്ണി അവനെ സഹായിച്ചല്ലോ, അതുകൊണ്ട് നിനക്കും അവനുമൊക്കെ ഗുണമേ ഉണ്ടാകൂ. കണ്ണനും ലക്ഷ്മിയൊക്കെ നന്മയുള്ളവരാണ്, അതറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടാതിരിക്കില്ല എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. തുടർന്ന് കരുണ ഉണ്ണിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ശേഷം ചേട്ടനെ കൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ച് പോയിട്ട് അയാൾ എന്തിനാണാവോ കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, കൊല്ലുന്നതിന് പകരം എന്തിനാണാവോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് എന്നെല്ലാം അമർഷത്തോടു കൂടി കരുണ പറയുന്നുണ്ട്. പിന്നീട് പരമനും ശരവണ്ണനും ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഇനി നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത് ആരാടാ, ഈ പരമനെയും ശരവണ്ണനും എന്നും നിന്റെ പരിചയക്കാരാവാനായിട്ട് വഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ വിരട്ടുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വാമദേവനാണെന്നുള്ളൊരു സത്യം ഉണ്ണി തുറന്നു പറയുന്നു. അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മാർക്കോ. അവന് ജയിലിൽ കിടന്നിട്ടും ആൾക്കാരെ കൊല്ലാനുള്ള ആർത്തി ഇതുവരെ തീർന്നിട്ടില്ലേ, റിമാൻഡ് കഴിഞ്ഞ് അവന്മാരെ പുറത്തിറങ്ങട്ടെ, അവരെ ഞാൻ മുട്ടുകാലിൽ നടത്തൂ എന്ന് മാർക്കോ പറയുന്നുണ്ട്. തുടർന്ന് ഇനി നിന്റെ വിധിയാണ് വരാൻ പോകുന്നത് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ എന്നെ ഒന്നും ചെയ്യരുത് മാർക്കോ എന്ന് ഉണ്ണി പറയുന്നതും നിന്നെ തൂക്കിക്കൊല്ലാനൊന്നും ഞാൻ പോകുന്നില്ല, നിന്റെ ഏട്ടൻ നടക്കുന്നത് നീ കണ്ടല്ലോ, ഇനി കണ്ണൻ സാറിനെ വീൽ ചെയറിലാക്കിയവനും അവരുടെയൊക്കെ ഉപദേശം കേട്ട് നടക്കുന്നവർക്കും ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷയാണ്, അതിൻ്റെ തുടക്കം നിന്നിൽ നിന്നും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഇരുമ്പ് വടി എടുക്കുന്നുണ്ട് മാർക്കോ. അപ്പോൾ അത് കണ്ട് പേടിച്ചു വെറുക്കുകയാണ് കേട്ടോ ഉണ്ണി. തുടർന്ന് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയുടെ വായിൽ തുണി കുത്തി തിരുതുന്നു. എന്നിട്ട് ഇതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന കാണുമെന്നും ആ ഒരു നിലവിളി ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ വായിൽ തുണി കുത്തിത്തിരിക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയുടെ 2 കാലും തല്ലി ഒടിക്കുന്നു. വേദന കൊണ്ട് അലറി നിലവിളിച്ച് കരയുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്